എടുത്തിട്ടാ ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ അവിടുത്തെ മച്ചാട് മാമാങ്കാണ് കേട്ടോ. അപ്പോൾ പകൽ പരിപാടി കാണാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല, രണ്ടുപേർക്കും വർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകിട്ട് ഇന്ന് സിത്തുമണിയുടെ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ട് പോകാൻ കേട്ടോ. ഞാനും ചേട്ടനും മൃദും പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് ഷെഫിക്കും അൻഷിയും ഉണ്ട്. ഞങ്ങൾ 6 പേര് 2 ബൈക്കും കേട്ടോ ഞങ്ങൾ പോയത്. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. അവിടെ കുറേ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പൂച്ച ഒരു വീടിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മുടെ നെഞ്ചിലാകെ
പ്രായമുള്ളൊരു മുത്തശ്ശനുണ്ട്. ആൾക്ക് ചിലപ്പോൾ ആകെ ഇത് കേട്ടിട്ട് സമാധാനമായിട്ട് വീട്ടിൽ പോകാൻ ഒരു കഷ്ണൊക്കെ പാടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പാടുന്നത് കേട്ടോ. സുന്ദരി കണ്ണാലൊരു സേരി சொல்லடி என்னால் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்தவே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி என்னால் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அதை எழுத நினைக்கையில் வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே ஆராதிக்கே மனிதிரும் வழியறிகே നല്ല ക്രൗഡായിരുന്നു കേട്ടോ. പക്ഷേ 10 മണിയുടെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മാക്സിമം ഞാൻ എവിടെയെങ്കിലൊക്കെ നിയറസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്താറുണ്ട്. അപ്പോൾ പരിപാടി ഏറെക്കുറെ ലാസ്റ്റ് സോങ്ങാന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥലം വിട്ടു കേട്ടോ. പക്ഷേ എന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു വിധേന ഞങ്ങൾ തുഴഞ്ഞു കടന്നു. പകൽപ്പൂരം അല്ലാത്തതുകൊണ്ട് വീഡിയോ ഷോർട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.